ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിലെ റെയിൽവേ സ്റ്റേഷനിൽ നടത്താനിരുന്ന ഭീകരരുടെ പദ്ധതി തകർത്ത് UP ATS. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുമായി ബന്ധമുള്ള 4 ഭീകരരെ ഉത്തർപ്രദേശ് തീവ്രവാദ വിരുദ്ധ സേന ലക്നൌവിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ലക്നൌ റെയിൽവേ സ്റ്റേഷനും സമീപത്തെ തിരക്കേറിയ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു ഇവരുടെ നീക്കം. പിടിയിലായ ഭീകരർക്ക് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ISIയുടെ നേരിട്ടുള്ള പിന്തുണ ലഭിച്ചിരുന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ലക്നൌവിലെ വിവിധ ഇടങ്ങളിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് 4 പേർ പിടിയിലായത്. ഇവരിൽ നിന്നും വിദേശ നിർമ്മിത ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ, മാപ്പുകൾ, ISI ഹാൻഡലർമാരുമായി ബന്ധപ്പെടാൻ ഉപയോഗിച്ച എൻക്രിപ്റ്റഡ് ആപ്പുകൾ, ഇൻസ്റ്റാൾ ചെയ്ത മൊബൈൽ ഫോണുകൾ എന്നിവ കണ്ടെടുത്തു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഉത്തർപ്രദേശിലെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളും ATS നിരീക്ഷണത്തിലായിരുന്നു. ലക്നൌ ആസ്ഥാനമായുള്ള ഒരു മൊഡ്യൂൾ ISIയുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ റെയ്ഡുകളിലാണ് ഭീകരർ പിടിയിലായത്. സംഭവത്തെ തുടർന്ന് ഉത്തർപ്രദേശിലെമ്പാടും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മീററ്റ് നിവാസികളായ സാക്കിബ് എന്ന ഡേവിഡ്, അർബാബ്, ഗൗതം, ബുദ്നഗർ നിവാസികളായ വികാസ് ഹെക്ലാവത്ത്, ലോകേഷ് എന്നീ 4 പ്രതികളെ വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്തതായിട്ടാണ് വൃത്തങ്ങൾ അറിയിച്ചത്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഈ സംഘം ഉൾപ്പെട്ടിരുന്നു. റെയിൽവേ സിഗ്നൽ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ വരുത്താനുള്ള പദ്ധതികൾ, ഗ്യാസ് സിലിണ്ടറുകൾ കൊണ്ടുപോകുന്ന ട്രക്കുകൾക്ക് തീയിടൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്നും ഉദ്യോഗസ്ഥർ ആരോപിച്ചു. അവരുടെ പ്രാഥമിക ലക്ഷ്യം ഭയം സൃഷ്ടിക്കുകയും സാമ്പത്തിക നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യുക എന്നതാണെന്നും അവർ കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഹാൻഡലർമാർക്ക് പുറമെ പ്രതികൾ വിവിധ തീവ്ര ഗ്രൂപ്പുകളുമായും ടെലിഗ്രാം, സിഗ്നൽ, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള നമ്പറുകളുമായും ബന്ധപ്പെട്ടിരുന്നുവെന്ന് ATS ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ഗാസിയാബാദ്, അലിഗഡ്, ലക്നൌ തുടങ്ങിയ നഗരങ്ങളിൽ സംഘം നിരീക്ഷണം നടത്തുകയും റെയിൽവേ സിഗ്നൽ ബോക്സുകൾ പരിശോധിക്കുകയും ചെയ്തു. ഈ പ്രവർത്തനങ്ങളുടെ വീഡിയോകൾ ഒരു പാകിസ്ഥാൻ ഹാൻഡലർക്ക് അയച്ചു കൊടുത്തതായും അദ്ദേഹം കൂടുതൽ നിരീക്ഷണം നടത്തുന്നതിനായി പ്രധാന സ്ഥാപനങ്ങളുടെ ലൊക്കേഷനുകൾ ഗൂഗിൾ വഴി പങ്കിട്ടതായും ഏജൻസി വ്യക്തമാക്കി. ചില സ്ഥലങ്ങളിൽ ചെറിയ തീപിടുത്തങ്ങൾ നടത്തിയതായും പ്രതി സമ്മതിച്ചു. ഈ പ്രവൃത്തികൾ റെക്കോർഡ് ചെയ്ത് ഹാൻഡലർമാരുമായി പങ്കുവച്ചതായും അവർ QR കോഡുകൾ വഴി പണം നൽകിയതായും ആരോപണമുണ്ട്. ടെലിഗ്രാം, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഭീകര പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്തത്. ഒസാമ ബിൻ ലാദൻ, ഫർഹത്തുള്ള ഖോരി, കാശ്മീർ മുജാഹിദീൻ, ഹസ്ബ-ഇ-ഹിന്ദ് തുടങ്ങിയ പേരുകൾ ഉപയോഗിച്ചാണ് ഭീകരർ ആക്രമണം നടത്തിയത്. അതേസമയം മതപരമായ കാരണങ്ങളാൽ വാഹനങ്ങൾ ലക്ഷ്യമിടുന്നത് പോലുള്ള ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിച്ചതായും ATS പ്രസ്താവനയിൽ പറഞ്ഞു. ഏപ്രിൽ 2-ന് സാക്കിബ്, ഡെവിളും കൂട്ടാളികളും ചേർന്ന് ലക്നൌ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള റെയിൽവേ സിഗ്നൽ സംവിധാനങ്ങളും മറ്റ് റെയിൽവേ സ്വത്തുക്കളും ലക്ഷ്യമാക്കി തീവയ്ക്കുകയോ സ്ഫോടനം നടത്തുകയോ ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ അവരുടെ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപ് ഒരു ATS സംഘം പ്രതികളായ യുവാക്കളെ അറസ്റ്റ് ചെയ്തതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മൊഡ്യൂൾ പദ്ധതിയിട്ടിരുന്നതായി വെള്ളിയാഴ്ച ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അവരുടെ ആദ്യ ലക്ഷ്യം ലക്നൌ റെയിൽവേ സ്റ്റേഷനായിരുന്നു. ബാർബർ ആയി ജോലി ചെയ്തിരുന്ന സാക്കിബാണ് സംഘത്തിന്റെ തലവനെന്നും ടെലിഗ്രാം, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി അയാൾ തന്റെ പാകിസ്ഥാൻ ഹാൻഡലർമാരുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും പോലീസ് ക്രമസമാധാന ഡയറക്ടർ ജനറൽ അമിതാഭ് യാഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.